എല്ലാ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെയും സീനിയോറിറ്റി ലിസ്റ്റ് സമന്വയ മുഖേന ഓൺലൈനായി സമർപ്പിക്കുന്നതിന് 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി ബഹുമാനപ്പെട്ട DGEയുടെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. KER അധ്യായം 14 ചട്ടം 34-35 എന്നിവയുടെ വ്യവസ്ഥകൾ പ്രകാരം സമന്വയ മുഖേന സീനിയോറിറ്റി ലിസ്റ്റ് സമർപ്പിക്കുന്നതിന് മാനേജർമാർക്ക് അനുവാദം കൊടുത്തുകൊണ്ടും ആയത് വിദ്യാഭ്യാസ ഓഫീസിൽ അംഗീകരിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഉത്തരവ് 8/1/2024 ഇറങ്ങിയിട്ടുണ്ട്. ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളെയും ഒറ്റ യൂണിറ്റായിട്ട് പരിഗണിച്ചാണ് സമന്വയിൽ സീനിയോറിറ്റി ലിസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അധ്യായം 14 ചട്ടം 36A പ്രൊവിസോ പ്രകാരം ഒരു മാനേജ്മെന്റിലെ സ്കൂളുകൾ പ്രത്യേക യൂണിറ്റായി നിലനിൽക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള മാറ്റം സമന്വയിൽ വരുത്തുന്നതിന് ലഭിച്ച ഉത്തരവ് സഹിതം 15/3/2024 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മാനേജർ അപേക്ഷ നൽകണം. സമന്വയിൽ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കുലർ പ്രകാരം നൽകിയിട്ടുള്ള സമയക്രമം ഇപ്രകാരമാണ്. പ്രഥമാധ്യാപകർ സമന്വയിൽ സ്റ്റാഫ് ലിസ്റ്റ് തയ്യാറാക്കി നൽകേണ്ട അവസാന തീയതി 15/3/2024 5 മണി വരെയാണ്. അത് വിദ്യാഭ്യാസ ഓഫീസിൽ പരിശോധിച്ച് മാനേജറുടെ സൈറ്റിലേക്ക് സമർപ്പിക്കേണ്ട തീയതി 15/4/2024 5 മണി വരെയാണ്. മാനേജർമാർ അത് പരിശോധിച്ച് കൺഫേം ചെയ്യേണ്ട അവസാന തീയതി 25/5/2024 5 PM ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാ പ്രഥമാധ്യാപകരും ശ്രദ്ധിക്കണം. സ്റ്റാഫ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നതിന് മുമ്പേ സമ്പൂർണ്ണ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പാർക്കിലെ വിവരങ്ങൾ സമ്പൂർണ്ണയിലും സമ്പൂർണ്ണയിലെ വിവരങ്ങൾ സമന്വയിലും കൃത്യമായി ലഭിക്കുന്നുണ്ടാവും. സമ്പൂർണ്ണ അപ്ഡേഷന് വേണ്ടി സമ്പൂർണ്ണ ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡിൽ കാണുന്ന ഡാറ്റ കളക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ എംപ്ലോയീസിന്റെ പേരിന് നേരെ ക്ലിക്ക് ചെയ്താൽ വിവരങ്ങൾ തുറന്നു വരുന്നുണ്ടാവും. അവ പരിശോധിക്കുക. കറക്ഷൻ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ആ വിൻഡോ അവിടെ സജീവമായി കിടക്കുകയാണ് എങ്കിൽ കറക്റ്റ് ചെയ്യുകയും സേവ് ഡാറ്റ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ തസ്തിക, സ്കെയിൽ ഓഫ് പേ എന്നിവയുടെ ലേറ്റസ്റ്റ് വിവരങ്ങൾ സമ്പൂർണ്ണയിൽ എത്തിയിട്ടുണ്ടാവില്ല. അവിടെ എഡിറ്റ് ഓപ്ഷൻ ഒരുപക്ഷെ ആക്റ്റീവായിട്ട് ആവില്ല കിടക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പേരിന് നേരെ ഏറ്റവും വലതുവശത്തുള്ള റീസിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇത് സമന്വയിലേക്ക് കടന്നു വരുന്നതിന് 24 മണിക്കൂർ വേണ്ടി വന്നേക്കാം. ഇപ്രകാരം സമ്പൂർണ്ണയിൽ അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ സമന്വയിൽ സ്റ്റാഫ് ലിസ്റ്റ് ക്രിയേഷൻ നടത്താവുന്നതാണ്. അതിനായി സമന്വയ ലോഗിൻ പേജ് എടുത്ത് സമ്പൂർണ്ണയുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകി അവിടെ കാണുന്ന അക്കങ്ങൾ അതിന് നേരെയുള്ള കോളത്തിൽ നൽകി അതിന് താഴെയായി കാണുന്ന ലോഗിൻ യൂസിംഗ് സമ്പൂർണ്ണ എന്നതിന്റെ ഇടതുവശത്തായിട്ട് കാണുന്ന ചെറിയ ബട്ടൺ ആക്റ്റീവ് ആക്കിയതിനു ശേഷം ലോഗിൻ എന്ന മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ സ്റ്റാഫ് ലിസ്റ്റ് 2024 എന്നൊരു ഓപ്ഷൻ കാണാം. അതിലെ ക്ലിക്ക് ഹിയർ എന്ന എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന പേജിന്റെ മുകൾ ഭാഗത്ത് 3 മെനുകൾ കാണാം. റിമൂവ്ഡ് സ്റ്റാഫ്സ്, ആഡ് ന്യൂ സ്റ്റാഫ്, ആഡ് ഫ്രം റെപ്പോസിറ്ററി എന്നിങ്ങനെയാണവ. ഇവിടെ സ്റ്റാഫ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ആഡ് ഫ്രം റെപ്പോസിറ്ററി എന്ന ഓപ്ഷൻ എടുക്കാം. അവിടെ നമ്മൾ മുമ്പ് സമന്വയയിൽ നൽകിയിട്ടുള്ള സ്റ്റാഫിന്റെ എല്ലാം പേരും അതിന്റെ ഇടതുവശത്തായിട്ട് നീല ടിക്കോടുകൂടി അവരെല്ലാം സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. ഇവരെ എല്ലാവരെയും ഇപ്പോഴത്തെ സ്റ്റാഫ് ലിസ്റ്റിൽ ചേർക്കേണ്ടവരാണെങ്കിൽ മുകളിലോ ആ പേരിന് താഴെയോ കാണുന്ന ക്രിയേറ്റ് സ്റ്റാഫ് ലിസ്റ്റ് വിത്ത് സെലക്ടർ സ്റ്റാഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരെ സ്റ്റാഫ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. എന്നാൽ അവരിൽ ഒഴിവാക്കേണ്ടവരുടെ പേരിന് ഇടതുവശത്തുള്ള ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരെ അൺസെലക്ട് ചെയ്തതിനു ശേഷം താഴെയുള്ള നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അറിയാതെയാണെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് അതിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ
അവരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി വലതുവശത്ത് കാണുന്ന ചുവന്ന ഡിലീറ്റ് ബോക്സ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന പോപ്പപ്പിന് യെസ് കൊടുത്ത് അവരെ ഒഴിവാക്കാം. എന്നാൽ അങ്ങനെ ഒഴിവാക്കിയ ഒരാളെ പിന്നീട് നമുക്ക് വേണ്ടവരാണെന്ന് തോന്നുകയാണ് എങ്കിൽ റിമൂവ്ഡ് സ്റ്റാഫ് ലിസ്റ്റ് തുറന്ന് അവരെ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. റെപ്പോസിറ്ററിയിൽ ഇല്ലാത്ത സ്റ്റാഫിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ സ്റ്റാഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ കൊടുത്ത് സേവ് ചെയ്ത് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഇവിടെ പ്രഥമാധ്യാപകരെന്ന നിലയിൽ നമ്മൾ സ്റ്റാഫ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കീഴിൽ നിന്നും ശമ്പളം വാങ്ങുന്ന എല്ലാ വ്യക്തികളും സ്റ്റാഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. എന്നാൽ ചില ആളുകളെ ഈ സ്റ്റാഫ് ലിസ്റ്റിലേക്ക് ആവശ്യമുണ്ടാകുന്നില്ല. അത്തരക്കാരെ ഒഴിവാക്കുകയും വേണം. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഡെയിലി വേജസ് ആയിട്ട് ശമ്പളം വാങ്ങുന്നവരെ സ്റ്റാഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ടെമ്പററി അപ്പോയിന്റ്മെന്റിൽ ഉള്ളവരെ ഒഴിവാക്കേണ്ടതാണ്. ഈ സ്കൂളിൽ സേവനം ചെയ്യുന്നവരിൽ മറ്റു സ്കൂളിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്ന പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും ഈ സ്കൂളിലെ സ്റ്റാഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇതേ സ്കൂളിൽ നിന്നും ശമ്പളം നൽകുന്നതല്ലാത്ത ഇതേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സംരക്ഷിതരോ മറ്റു വിധത്തിലുള്ള അധ്യാപകരോ നമ്മുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ അവരെയും സ്റ്റാഫ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അംഗീകാരം ലഭിച്ചിട്ടില്ലാത്തവരെ സ്റ്റാഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇപ്രകാരം സ്റ്റാഫ് ലിസ്റ്റ് റെപ്പോസിറ്ററിയിൽ നിന്നും ആഡ് ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ പേര് കാണുന്നയിടത്തോ ഏറ്റവും വലതുവശത്തായി കാണുന്ന വ്യൂ ഓപ്ഷനിലോ ക്ലിക്ക് ചെയ്ത് മുൻപ് സേവ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുക. അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യപ്പെടാനുണ്ടെങ്കിൽ പേരിന് വലതുവശത്തായിട്ട് പെൻസിൽ ചിഹ്നത്തിൽ കാണുന്ന എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് പേജ് തുറന്ന് വിവരങ്ങൾ ആഡ് ചെയ്യണം. ഇവിടെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ഡേറ്റ് ഓഫ് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് അഥവാ DFA എന്ന ഭാഗത്ത് ശമ്പള സ്കെയിലിലുള്ള ആദ്യ നിയമനം അത് താൽക്കാലികമായാലും സാങ്കല്പികമായാലും ഏത് ഡേറ്റിലാണോ ആ തീയതി വേണം അവിടെ നൽകുന്നതിന്. നിലവിലുള്ള തസ്തികയിൽ അംഗീകാരം ലഭിച്ച് തുടർന്നു വരുന്ന നിയമന തീയതിയാണ് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് അണ്ടർ ദ മാനേജ്മെന്റ് ഇൻ ദ പ്രസന്റ് കാറ്റഗറി എന്ന സ്ഥലത്ത് ചേർക്കേണ്ടത്. യോഗ്യത ചേർക്കുന്ന ഭാഗത്ത് ബിരുദം, B.Ed എന്നിവയുടെ വിഷയങ്ങളും ചേർക്കണം. സ്റ്റാറ്റസിൽ പ്രൊമോഷൻ പെൻഡിംഗ് ആയവരെ ജനുവരി 1 ഏത് തസ്തികയിലാണോ അവർക്ക് അംഗീകാരമുള്ളത് ആ തസ്തിക കാണിച്ച് അപ്രൂവ്ഡ് ഇൻ സാങ്ഷൻഡ് പോസ്റ്റ് എന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഒരാളെ HM പോസ്റ്റിൽ പ്രൊമോട്ട് ചെയ്യുകയും നാളിതുവരെയായി അംഗീകാരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അയാൾ LPSTയോ UPSTയോ HSTയോ ഏത് തസ്തികയിലാണോ നിലവിൽ അംഗീകാരമുള്ളത് എന്നത് കണക്കാക്കിക്കൊണ്ട് അപ്രൂവ്ഡ് ഇൻ സാങ്ഷൻഡ് പോസ്റ്റ് എന്നാക്കി അപ്ഡേറ്റ് ചെയ്യണമെന്ന് സാരം. അതോടൊപ്പം തന്നെ താൽക്കാലിക പ്രൊമോഷൻ കിട്ടിയവരെ ആ തസ്തികയിൽ ലീൻ ഇല്ലാത്തതിനാൽ ലീൻ കിട്ടിയ തസ്തികയുടെ തീയതിയായിരിക്കണം കണ്ടിന്യൂസ് സർവീസ് എന്നുള്ളിടത്ത് കൊടുക്കാനായിട്ട്. ഇപ്രകാരം ആവശ്യമായ എഡിറ്റിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം കൺഫേം സ്റ്റാഫ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിവരങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം എന്നൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം യെസ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫ് ലിസ്റ്റ് കൺഫേം ആകുകയും വിദ്യാഭ്യാസ ഓഫീസിലേക്ക് പോവുകയും ചെയ്യും.